ഇറാനിലെ വിജനമായ മരുഭൂമിയിൽ എരിഞ്ഞടങ്ങുന്ന അമേരിക്കൻ പോർവിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ മറഞ്ഞുകിടക്കുന്നത് ലോകത്തെ നടുക്കുന്ന ഒരു വലിയ രഹസ്യമാണ്. വെറുമൊരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് അമേരിക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ നീക്കത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഇറാന്റെ വിലമതിക്കാനാവാത്ത യുറേനിയം സമ്പത്ത് രഹസ്യമായിട്ട് മോഷ്ടിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചെന്ന് വരില്ല. കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയിലെ കഥ പോലെ തോന്നാമെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ നഗ്നമായിട്ടുള്ള സത്യത്തിലേക്കാണ്. അമേരിക്കയുടെ മുൻ CIA ഉദ്യോഗസ്ഥനായിട്ടുള്ള ലാറി ജോൺസൺ നടത്തിയ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഇറാനിൽ നടന്ന ആ ഓപ്പറേഷനിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് ചില്ലറയൊന്നുമല്ല. F-15 ബ്ലാക്ക് ഹോക്സ്, C-130 ഹെർക്കുലീസ് തുടങ്ങി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അടങ്ങിയ 12ഓളം അമേരിക്കൻ വിമാനങ്ങളാണ് ഇറാന്റെ മണ്ണിൽ ഒറ്റ രാത്രി കൊണ്ട് തകർന്നു വീണത്. ഏകദേശം $400 മില്യൺ ഭീമമായിട്ടുള്ള നഷ്ടമാണ് ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് ഇവിടെ ഉണ്ടായത്. ഇത്രയും വലിയൊരു സന്നാഹം, ഇത്രയധികം അത്യാധുനിക പോർവിമാനങ്ങൾ, കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക ഉപകരണങ്ങൾ എന്നിവ വെറുമൊരു രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി മാത്രമാണോ അമേരിക്ക ഇറാനിലേക്ക് അയച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം അമേരിക്കൻ സൈന്യത്തിന്റെ അടുത്ത കാലത്തെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ആൾനാശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും ദുരൂഹമായിട്ടുള്ള വഴിത്തിരിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രക്ഷാപ്രവർത്തനം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ഇസ്ഫഹാൻ എന്ന പ്രദേശത്താണ് അമേരിക്കയുടെ C-130 ഹെർക്കുലീസ് വിമാനം തകർന്നു വീണതായിട്ട് കണ്ടെത്തിയത്. എന്താണ് ഈ ഇസ്ഫഹാൻ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാലേ അവിടെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു രക്ഷാപ്രവർത്തനത്തിനായിട്ട് വന്ന വിമാനം എന്തിനാണ് 400 കിലോമീറ്ററുകൾ താണ്ടി ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് മുകളിലൂടെ പറന്നത്? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ അമേരിക്കൻ അധികൃതർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളില്ല. അവിടെയാണ് ആ വലിയ സംശയം ബലപ്പെടുന്നത്. ഇത് വെറും ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നില്ല, മറിച്ച് ഇറാന്റെ പക്കലുള്ള യുറേനിയം ശേഖരം രഹസ്യമായിട്ട് കടത്തിക്കൊണ്ടുപോയി ലോകത്തിനു മുന്നിൽ ഒരു വലിയ വിജയമായിട്ട് അവതരിപ്പിക്കാൻ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തയ്യാറാക്കിയ ഒരു വമ്പൻ പദ്ധതിയായിരുന്നു അത്. ഈ വലിയ പദ്ധതിയാണ് ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നത്. തന്റെ ഈ രഹസ്യ നീക്കം ദയനീയമായിട്ട് പരാജയപ്പെട്ടതിന്റെ നിരാശയും കടുത്ത ദേഷ്യവുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രംപിന്റെ പ്രവൃത്തികളിൽ നാം കാണുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ആർക്കും അത് എളുപ്പത്തിൽ മനസ്സിലാകുമെന്നുള്ളതാണ്. തികച്ചും പ്രകോപനപരവും ചിലപ്പോഴൊക്കെ അശ്ലീല ചുവയുള്ളതുമായിട്ടുള്ള പോസ്റ്റുകൾ നിരന്തരം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ സമനില തെറ്റിയ അവസ്ഥയാണ് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത്. യുറേനിയം കടത്തുക എന്ന ആ വലിയ ലക്ഷ്യം നടക്കാതെ പോയതിന്റെ ആഴത്തിലുള്ള നിരാശയാണ് ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് 1980കളിൽ നടന്ന മറ്റൊരു അമേരിക്കൻ പരാജയത്തിന്റെ കഥയാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടറുടെ ഭരണകാലത്ത് ഇറാനിൽ നടന്ന ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്ന ദൗത്യം ഇതുപോലെ തന്നെ ഒരു വലിയ ദുരന്തത്തിലാണ് അവസാനിച്ചത്. ഇറാനിൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാരെ രക്ഷിക്കാൻ നടത്തിയ ആ നീക്കത്തിൽ 8 അമേരിക്കൻ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നിരവധി വിമാനങ്ങൾ തകർന്നു. അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായി മാറിയ ആ പരാജയം പിന്നീട് ജിമ്മി കാർട്ടർക്ക് തന്റെ പ്രസിഡന്റ് പദവി തന്നെ നഷ്ടപ്പെടുന്നതിലേക്കാണ് നയിച്ചത്. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. അന്ന് ജിമ്മി കാർട്ടർക്ക് സംഭവിച്ച അതേ നാണക്കേടും തിരിച്ചടിയുമാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സൈന്യവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മറുപടി നൽകാൻ ഇറാൻ അധികം സമയം കാത്തുനിന്നില്ല എന്നതാണ് ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏപ്രിൽ 6-ാം തീയതി രാവിലെ ലോകം ഉണർന്നത് തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ്. അമേരിക്കൻ നീക്കത്തിന് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ആക്രമണം ആരംഭിച്ചു. അതും മറ്റെവിടെയുമല്ല, സാക്ഷാൽ ഇസ്രായേലിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ടെല്ലവീവിലാണ്. ടെല്ലവീവിലെ 7 പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇറാൻ അന്ന് ഒരേ സമയം ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് ഇസ്രായേലും അമേരിക്കയും എപ്പോഴും അവകാശപ്പെടാറുള്ള അയൺ ഡോം സംവിധാനങ്ങളെ പോലും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് പതിച്ചത്. ജനവാസ മേഖലകളിലും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഫാക്ടറികളിലും
ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് പുറത്തുവരുന്ന സ്വതന്ത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. തങ്ങൾക്ക് സംഭവിച്ച ഈ ഭീമമായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ വ്യാപ്തി പുറംലോകം അറിയാതിരിക്കാൻ അവർ ഇപ്പോൾ വലിയൊരു മൂടിവെക്കൽ തന്ത്രമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം യുദ്ധമേഖലകളിലെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ ലോകം അറിയുന്നത് സ്വതന്ത്ര ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന പ്ലാനറ്റ് ലാബ്സ് പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളോട് അവരുടെ ഡാറ്റകൾ തൽക്കാലം പരസ്യപ്പെടുത്തരുത് എന്ന് അമേരിക്ക കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ തകർന്നടിഞ്ഞ സൈനിക കേന്ദ്രങ്ങളുടെയും വിമാനങ്ങളുടെയും ചിത്രങ്ങൾ പുറത്തു വന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് വലിയ നാണക്കേടുണ്ടാക്കുമെന്നും അത് ഇറാന് വലിയൊരു മാനസിക വിജയം നൽകുമെന്നും അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് മാധ്യമങ്ങളെയും സാങ്കേതിക സ്ഥാപനങ്ങളെയും വിലക്കിക്കൊണ്ട് അവർ ഈ കള്ളക്കളി തുടരുന്നത്. എന്നിരുന്നാലും എത്ര മൂടിവെച്ചാലും ചില സത്യങ്ങൾ മറനീക്കി പുറത്തു വരും എന്നത് കാലത്തിന്റെ ഒരു അലിഖിത നിയമമാണ്. അത്തരത്തിൽ ഇസ്രായേലിന് നടുവിൽ ഗത്യന്തരമില്ലാതെ ലോകത്തോട് സമ്മതിക്കേണ്ടി വന്ന ഒരു വലിയ നഷ്ടമുണ്ട്. നെഗേവ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോൺ നിർമ്മാണ ഫാക്ടറി ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞു എന്ന യാഥാർത്ഥ്യം. ഇസ്രായേൽ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള അത്യാധുനിക ഡ്രോണുകൾ നിർമ്മിച്ചിരുന്ന ആ ഫാക്ടറി ഇനി ഒരിക്കലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിധം നാമവിശേഷമായി കഴിഞ്ഞു എന്ന് അവർക്ക് തന്നെ ഒടുവിൽ പറയേണ്ടി വന്നു. തങ്ങളുടെ വ്യോമ പ്രതിരോധം എത്രത്തോളം ദുർബലമാണെന്നും ഇറാന്റെ ആക്രമണശേഷി എത്രത്തോളം കൃത്യത ഉള്ളതാണെന്നും ഇസ്രായേലിന് തന്നെ മനസ്സിലാക്കി കൊടുത്ത ഒരു സംഭവമായിരുന്നു അത്. ഇതിനിടയിലാണ് ഈ സംഘർഷത്തിലേക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി വലിച്ചിഴക്കുന്ന ചില ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേലും അമേരിക്കയും ഉപയോഗിക്കുന്നത് സ്വന്തം മണ്ണോ ആകാശമോ മാത്രമല്ല, മറിച്ച് കുവൈറ്റ് പോലെയുള്ള അയൽ ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളും സൈനിക താവളങ്ങളും കൂടിയാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ഫ്രാൻസ് 24 പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണവും അതീവ അപകടകരവുമാക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് നേരെ വരുന്ന ഓരോ ആക്രമണത്തിനും ഏത് രാജ്യത്തിന്റെ മണ്ണാണോ ഉപയോഗിക്കുന്നത് ആ രാജ്യങ്ങൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇറാൻ മടിക്കില്ല എന്നത് അവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ ഒരു യുദ്ധമുഖമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തരമുള്ള ഭീഷണികളും അതിന് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത അതേ നാണയത്തിൽ ഇറാൻ നൽകുന്ന തിരിച്ചടികളും ഈ മേഖലയെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നയിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയും ഇസ്രായേലിലെയും മറ്റു ഗൾഫ് മേഖലയിലെയും പ്രധാനപ്പെട്ട എണ്ണശേഖരങ്ങളെയും പവർ പ്ലാന്റുകളെയും ലക്ഷ്യം വെക്കുകയും ചെയ്താലേ അത് മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയും പിടിച്ചുകുലുക്കുന്ന ഒരു മഹാദുരന്തമായിട്ട് മാറും. എണ്ണവില കുതിച്ചുയരുകയും ആഗോള വ്യാപാരം സ്തംഭിക്കുകയും ചെയ്യുന്ന ഒരു ഇരുണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. തോൽവി സമ്മതിക്കാൻ ഒരിക്കലും തയ്യാറല്ലാത്ത അമേരിക്കയും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ഇനി ഏത് ദിശയിലേക്കാണ് നീങ്ങുക എന്നത് മാത്രമാണ് ലോകം ഇപ്പോൾ വലിയ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ഈ യുദ്ധത്തിന്റെ തീപ്പൊരികൾ അടുത്തതായിട്ട് എവിടെയാണ് വീഴാൻ പോകുന്നത്, അത് നശിപ്പിക്കാൻ പോകുന്നത് ആരുടെയൊക്കെ സ്വപ്നങ്ങളെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.